തമിഴ്നാട് ഗവർണർ ആർ.എൻ. രവിയും ഭരണകക്ഷിയായ DMK-യും തമ്മിലുള്ള ശീതയുദ്ധം ഇന്നൊരു തുറന്ന പോരിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് തമിഴ്നാട് നിയമസഭയുടെ ഈ വർഷത്തെ ആദ്യ സമ്മേളനം അരങ്ങേറിയ ദിവസമായിരുന്നു. സഭാ സമ്മേളനത്തിനെത്തിയ ഗവർണർ ആർ.എൻ. രവി ഇന്ന് സഭയിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ ഇറങ്ങിപ്പോകുന്നതിൻ്റെ ചിത്രങ്ങളാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. സഭയിൽ നിന്നും ഇന്ന് ഇറങ്ങിപ്പോയ ഗവർണർ ആർ.എൻ. രവി തമിഴ്നാട് നിയമസഭയിൽ ഇന്ത്യയുടെ ഭരണഘടനയും ദേശീയ ഗാനവും അപമാനിക്കപ്പെട്ടു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇറങ്ങിപ്പോക്ക് നടത്തിയത്. എന്തിനാണ് ഇങ്ങനെ ഒരു ഇറങ്ങിപ്പോക്ക് നടത്തിയത് എന്ന് വിശദീകരിച്ചുകൊണ്ട് ഗവർണറുടെ ഓഫീസായ തമിഴ്നാട് രാജ്ഭവൻ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ട്വിറ്ററിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. ആ കുറിപ്പാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ആ തമിഴിലുള്ള കുറിപ്പിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തമിഴ്നാട് നിയമസഭയിൽ ഇന്ന് ദേശീയ ഗാനവും അതോടൊപ്പം ഇന്ത്യയുടെ ഭരണഘടനയും അപമാനിക്കപ്പെട്ടുവെന്നും താൻ സഭയിലേക്ക് കടന്നു വന്ന ഘട്ടത്തിൽ ആദ്യം തമിഴ് തായ് വാഴ്ത്ത് പാടിയെന്നും അതിനുശേഷം ദേശീയ ഗാനം ആലപിക്കാൻ താൻ ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാന മുഖ്യമന്ത്രിയും സ്പീക്കറും അതിന് തയ്യാറായില്ല എന്നുമാണ് ഗവർണർ ആരോപിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചാണ് താൻ ഇറങ്ങിപ്പോയതെന്നുമാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ഈ ട്വീറ്റിൽ പറയുന്നുണ്ട്. എല്ലാ നിയമസഭകളിലും ഗവർണറുടെ പ്രസംഗത്തിന് മുൻപും ശേഷവും ഇത്തരം ഒരു ദേശീയ ഗാനം ആലപിക്കുന്ന ചട്ടമുണ്ട് എന്നാണ്. ഗവർണർ ആർ.എൻ. രവി പറയുന്ന ഈ കാര്യങ്ങളിൽ കുറച്ചു വസ്തുത അല്ലെങ്കിൽ അർത്ഥസത്യമാണ് ഗവർണർ പറഞ്ഞത് എന്ന് നിസ്സംശയം പറയാം. കാരണം കേരളം അടക്കമുള്ള ചില നിയമസഭകളിൽ ഗവർണറുടെ പ്രസംഗത്തിന് മുൻപും ശേഷവും ദേശീയ ഗാനം ആലപിക്കണം എന്നൊരു ചട്ടം അല്ലെങ്കിൽ കീഴ്വഴക്കം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ തമിഴ്നാട് നിയമസഭയിൽ അങ്ങനെയല്ല. തമിഴ്നാട് നിയമസഭയിൽ തുടക്കത്തിൽ തമിഴ് തായ് വാഴ്ത്ത്, തമിഴ്നാടിൻ്റെ സംസ്ഥാന ഗാനമായ തമിഴ് തായ് വാഴ്ത്ത് പാടുകയാണ് പതിവ്. എന്നാൽ ദേശീയ ഗാനമാകട്ടെ സഭ അവസാനിക്കുന്ന ഘട്ടത്തിൽ, പിരിയുന്ന ഘട്ടത്തിലാണ് ആലപിക്കാറ്. ഇന്നും സഭ പിരിഞ്ഞത് അത്തരത്തിൽ ദേശീയ ഗാനം ആലപിച്ചുകൊണ്ട് തന്നെയായിരുന്നു. പക്ഷേ ഗവർണർ പറയുമ്പോഴെല്ലാം ദേശീയ ഗാനം ആലപിക്കണം എന്ന ഗവർണറുടെ പിടിവാശി, അത് സംസ്ഥാന അധികാരത്തിലേക്കുള്ള ഗവർണറുടെ കടന്നുകയറ്റമായാണ് സ്റ്റാലിൻ സർക്കാർ വിലയിരുത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഗവർണറുടെ ഈ ആവശ്യം അംഗീകരിക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രിയും സ്പീക്കറും ഒന്നും തന്നെ തയ്യാറാകാത്തത്. ഗവർണറുടെ പ്രതിഷേധത്തിന് പുറമെ മറ്റ് ചില പ്രതിഷേധങ്ങൾക്കും ഇന്ന് സഭ സാക്ഷ്യം വഹിച്ചു. അതിൽ പ്രധാനപ്പെട്ടത് AIDMK എന്ന മുഖ്യ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമായിരുന്നു. തമിഴ്നാട്ടിൽ ഈ അടുത്ത് നടന്ന അണ്ണാ സർവകലാശാലയിലെ ഒരു വിദ്യാർത്ഥിനിയുടെ കൂട്ടബലാത്സംഗത്തിൽ പ്രതിഷേധിച്ചായിരുന്നു AIDMKയുടെ പ്രതിഷേധം. AIDMKയുടെ പ്രതിഷേധത്തിന് പുറമെ DMK സഖ്യകക്ഷികളും പ്രതിഷേധിച്ചു. ഗവർണറുടെ ഭരണഘടനാ വിരുദ്ധമായ അമിതാധികാര പ്രയോഗങ്ങൾക്കെതിരെ കോൺഗ്രസ് MLA-മാർ ഇന്ന് സഭയിലെത്തിയത് കറുത്ത ബാഡ്ജ് ധരിച്ചുകൊണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ഗവർണർ ആർ.എൻ. രവിയുടെ ഭരണഘടനയെ കുറിച്ചുള്ള ആകുലതകൾ വല്ലാതെ അങ്ങ് കൂടുമ്പോൾ അദ്ദേഹത്തിന്റെ ചില മുൻകാല പ്രസ്താവനകൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാക്കുന്ന തിരക്കിലാണ് DMK-യുടെ സൈബർ വിങ്. അത് മറ്റൊന്നുമല്ല, ഏതാനും നാളുകൾക്ക് മുമ്പ് ആർ.എൻ. രവി എന്ന തമിഴ്നാട് ഗവർണർ ആ സ്ഥാനം വഹിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായ സെക്യുലറിസം അഥവാ മതേതരത്വത്തെ കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. അത് മറ്റൊന്നുമല്ല, മതേതരത്വം ഒരു ഇന്ത്യൻ ആശയമല്ല എന്നും അതൊരു ഭാരതീയ ആശയമല്ല, പകരം ഒരു യൂറോപ്യൻ ആശയമാണെന്നും ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് മതേതരത്വം അല്ലെങ്കിൽ സെക്യുലറിസം ആവശ്യമില്ല എന്നും പറഞ്ഞു വച്ച വ്യക്തിയുടെ പേര് കൂടിയാണ് തമിഴ്നാട് ഗവർണർ ആർ.എൻ. രവി. ആ ആർ.എൻ. രവി ഇന്ത്യയുടെ ആമുഖത്തിൽ, ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന മതേതരത്വത്തെ പോലും അംഗീകരിക്കാത്ത ആർ.എൻ. രവിയാണ് ഇന്ന് ഭരണഘടനയെക്കുറിച്ചും ദേശീയ ഗാനത്തെക്കുറിച്ചും തമിഴ്നാട് നിയമസഭയ്ക്കും തമിഴ്നാട് സർക്കാരിനും ക്ലാസ് എടുക്കുന്നതെന്നാണ് DMK-യുടെ പ്രധാന വിമർശനം. എന്തായാലും ആർ.എൻ. രവി ഇതിനു മുൻപും തമിഴ്നാട്ടിൽ ഒരു ഭരണഘടനാ സ്തംഭനം അല്ലെങ്കിൽ ഒരു ഭരണ സ്തംഭനം സൃഷ്ടിക്കാൻ പല രീതിയിൽ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കേരളത്തിലെ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ പരസ്യമായി SFI പ്രവർത്തകരുടെ നേരെ ആക്രോശിച്ച് പായുന്ന പതിവൊന്നും ആർ.എൻ. രവിക്കില്ലെങ്കിലും എപ്പോഴും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു നയം തന്നെയാണ് ആർ.എൻ. രവിയും സ്വീകരിച്ചിട്ടുള്ളത്. ഗവർണർമാരെ ഉപയോഗിച്ച് സംസ്ഥാന ഭരണം അട്ടിമറിക്കാനുള്ള BJP കേന്ദ്ര സർക്കാർ നീക്കത്തിന്റെ
ഏറ്റവും പുതിയ തെളിവാണ് RN രവിയുടെ ഈ നാടകമെന്നാണ് DMK വിമർശിക്കുന്നത്. എന്തായാലും തമിഴ്നാട് ഇനി ഒരു ഗവർണർ സർക്കാർ പോരിന്റെ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ അവസരത്തിൽ കേരളത്തിലെ പുതിയ ഗവർണർ ഇനി എങ്ങനെയായിരിക്കും കേരളത്തിൽ ഇതിന് സമാനമായ സ്ഥിതികൾ സൃഷ്ടിക്കുക എന്നൊരു ആശങ്കയും ചിലർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നുണ്ട്.